മലയാളികളുടെ പതിറ്റാണ്ടുകൾ നീണ്ട കാത്തിരിപ്പ് സാർത്ഥകമായ ഒരു നിമിഷമായിരുന്നു വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ ട്രയൽ റൺ ആരംഭിച്ച സംഭവം. അന്താരാഷ്ട്ര ഷിപ്പിംഗ് രംഗത്തെ അതികായരായ മെർസ്ക് കമ്പനി ഓപ്പറേറ്റ് ചെയ്യുന്ന സാൻ ഫെർണാണ്ടോ എന്ന മദർഷിപ്പിനെ സ്വീകരിച്ച ചടങ്ങ് ലോക സമുദ്ര വ്യാപാര ഭൂപടത്തിൽ തിരുവനന്തപുരത്തെ അടയാളപ്പെടുത്തുന്ന ഒന്നായിരുന്നു. സമീപഭാവിയിൽ തന്നെ മാരിടൈം രംഗത്തെ കുതിപ്പിനായി ഭാരതത്തിന് കരുത്തേകാൻ വിഴിഞ്ഞം ഉൾപ്പെടുന്ന പുതിയ വമ്പൻ പ്രോജക്ടുകൾക്ക് കഴിയുമെന്ന് കേന്ദ്ര തുറമുഖ ഷിപ്പിംഗ് ജലപാത മന്ത്രി സർബാനന്ദ സോനോവാൾ ചടങ്ങിനെ അഭിസംബോധന ചെയ്ത് പറഞ്ഞു. ഇന്ത്യയിലെ ആദ്യത്തെ ഡീപ്പ് വാട്ടർ കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമായ വിഴിഞ്ഞത്ത് ആദ്യ മദർഷിപ്പിനെ സ്വീകരിച്ച് കേന്ദ്ര തുറമുഖ ഷിപ്പിംഗ് ജലപാത മന്ത്രിയും കേരള മുഖ്യമന്ത്രി. തുറമുഖത്തിന്റെ ട്രയൽ റൺ പ്രവർത്തനത്തിന് തുടക്കം കുറിച്ച് ആദ്യ മദർഷിപ്പ് MV സാൻ ഫെർണാണ്ടോയാണ് എത്തിയത്. 9000 TEU വരെ ശേഷിയുള്ള കപ്പൽ വിഴിഞ്ഞം തുറമുഖത്തേക്ക് ചരക്കിറക്കത്തിനായി പ്രവേശിച്ചു. മെഗാമാക്സ് കണ്ടെയ്നർ ഷിപ്പുകൾ കൈകാര്യം ചെയ്യുവാനുള്ള ശേഷി ഉൾപ്പെടെയുള്ള കപ്പലുകളുടെ ചരക്ക് നീക്കം വേഗത്തിലാക്കുന്നതിനായി വലിയ തോതിലുള്ള അത്യാധുനിക സൗകര്യങ്ങളുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സ്വയം നിയന്ത്രണ സംവിധാനമുള്ള തുറമുഖമാണ് വിഴിഞ്ഞം. ഇന്ത്യയിലെ ആദ്യത്തെ ആഴക്കടൽ അന്താരാഷ്ട്ര കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് ടെർമിനലായ വിഴിഞ്ഞത്ത് കന്നി മദർഷിപ്പ് പ്രവേശിക്കുമ്പോൾ ഇന്ത്യയുടെ സമുദ്രമേഖലയ്ക്ക് ചരിത്രപരമായ ദിവസമാണ് എന്നായിരുന്നു കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ അഭിപ്രായപ്പെട്ടത്. കേരള ഗവൺമെന്റും ഇന്ത്യ ഗവൺമെന്റും അദാനി പോർട്സ് സെസ് കമ്പനിയും തമ്മിലുള്ള PPP സഹകരണം ഇന്ത്യയുടെ സമുദ്രമേഖലയുടെ വളർച്ചയ്ക്കുള്ള പുത്തൻ വിജയ മാതൃക തീർക്കും അദ്ദേഹം പറഞ്ഞു. This port project demonstrates how a successful public-private partnership between the central government, private sector and the state government can unleash the immense potential of our maritime sector. This is one of the exemplary success stories of the PPP model in creating state-of-the-art port infrastructure. വിഴിഞ്ഞം തുറമുഖം മുന്നോട്ട് വയ്ക്കുന്നത് വമ്പൻ പരിവർത്തനത്തിന്റെ ആദ്യ പടികളാണ്. നിലവിൽ ഇന്ത്യയിലെ കണ്ടെയ്നർ ട്രാഫിക്കിന്റെ 25% ലക്ഷ്യസ്ഥാനത്തേക്കുള്ള വഴിയിൽ ട്രാൻസ്ഷിപ്പ് ചെയ്യപ്പെടുന്നുണ്ട്. ആഗോള വ്യാപാരത്തിൽ ഇന്ത്യയുടെ പങ്ക് വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ രാജ്യത്തിന് ഒരു സമർപ്പിത ട്രാൻസ്ഷിപ്മെന്റ് പോർട്ട് ഇല്ലായിരുന്നു. അതിന്റെ ഫലമായി ഇന്ത്യയുടെ ട്രാൻസ്ഷിപ്പ് ചെയ്ത ചരക്കിന്റെ 75% ഇന്ത്യക്ക് പുറത്തുള്ള തുറമുഖങ്ങളാണ് കൈകാര്യം ചെയ്യുന്നത്. ഈ വിദേശ ആശ്രയത്വം കുറയ്ക്കുക മാത്രമല്ല, പ്രാദേശിക ഷിപ്പിംഗ് രംഗത്തിന് ഏറ്റവും കാര്യക്ഷമമായ ട്രാൻസ്ഷിപ്മെന്റ് സാധ്യത കൂടിയാണ് വിഴിഞ്ഞം മുന്നോട്ട് വയ്ക്കുന്നത്. നമ്മുടെ രാഷ്ട്രത്തിൻ്റെ തന്നെ അന്താരാഷ്ട്ര പ്രാധാന്യം ഈ തുറമുഖം ഉയർന്നു വരുമ്പോൾ ഒന്നുകൂടി വർദ്ധിക്കുന്നു എന്നതാണ് നാം കാണേണ്ടത്. സ്വാഭാവികമായും ഒരു രാജ്യത്തിൻ്റെ അന്താരാഷ്ട്ര പ്രാധാന്യം വർദ്ധിക്കുന്നുവെന്ന് വരുമ്പോൾ മറ്റ് ചില ശക്തികൾ, അത് അന്താരാഷ്ട്ര ലോബികൾ തന്നെ ഇതിനെതിരെ ചിന്തിച്ചു എന്ന് വരാം. ഇത് യാഥാർത്ഥ്യമാവാതിരിക്കാൻ രംഗത്ത് വന്നു എന്ന് വരാം. അതെല്ലാം ഇക്കാര്യത്തിൽ ഉണ്ടായി എന്നത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. സിംഗപ്പൂർ തുറമുഖത്തിനും കൊളംബോ തുറമുഖത്തിനും വൻ വെല്ലുവിളി നൽകാൻ വിഴിഞ്ഞത്തിന് ഭാവിയിൽ കഴിയും. പ്രകൃതിദത്തമായ ആഴം മാത്രമല്ല, അന്താരാഷ്ട്ര കപ്പൽ ചാലിൽ നിന്നും ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖമെന്ന രീതിയിലും വിഴിഞ്ഞം തന്ത്രപ്രധാനമാകുന്നു. വിഴിഞ്ഞം ഇന്ത്യയിലേക്കുള്ള ട്രാൻസ്ഷിപ്മെന്റ് മാത്രമല്ല, ഇന്ത്യയെ ബന്ധിപ്പിക്കുന്ന പ്രധാന റൂട്ടുകളിലൂടെയുള്ള ചരക്കു നീക്കത്തിലും നിർണായക പങ്കുവഹിക്കും. US, യൂറോപ്പ്, ആഫ്രിക്ക, ഫാർ ഈസ്റ്റ്, ഇങ്ങനെ നീളുന്നു ആ അന്താരാഷ്ട്ര വ്യാപാര സാധ്യതകൾ. ആദ്യഘട്ടത്തിൽ വർഷം 10 ലക്ഷം കണ്ടെയ്നർ കൈകാര്യശേഷി കൈവരിക്കുന്ന തുറമുഖം 2028ഓടെ 30 ലക്ഷം കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യുവാനുള്ള ശേഷി കൈവരിക്കും. ആഗോള സമുദ്ര വ്യാപാര മേഖലയിൽ വിഴിഞ്ഞം മാത്രമല്ല,
മറ്റു 2 പ്രഖ്യാപിത തുറമുഖങ്ങളും ഇനി നിർണായകമാകും. As envisioned by our Honorable Prime Minister, mega port project including all-weather deep draft port at Vadhavan and international container transshipment terminal at Galathiar Bay are also being executed by the Ministry of Port Shipping and Waterways in a mission mood. Very soon, the country will witness the addition of these 2 best-in-class maritime infrastructure that will position Bharat as a leading maritime nation on the global map. മഹാരാഷ്ട്രയിലെ പാൽഘർ ജില്ലയിലെ വധവൻ തുറമുഖം നിലവിലെ ഏറ്റവും വലിയ ഇന്ത്യൻ തുറമുഖത്തേക്കാൾ 3 ഇരട്ടിയിലധികം വലുപ്പത്തിലാണ് നിർമ്മിക്കുക. 24,000 കണ്ടെയ്നറുകൾ വഹിക്കുവാൻ ശേഷിയുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ചരക്ക് കപ്പലുകളെ പോലും ഉൾക്കൊള്ളാൻ തുറമുഖം സജ്ജമാകും. 76,220 കോടി രൂപ മുതൽ മുടക്കിൽ സ്ഥാപിക്കുന്ന ഈ തുറമുഖം എല്ലാ കാലാവസ്ഥയിലും ഓപ്പറേറ്റ് ചെയ്യാവുന്ന ഡീപ് ഡ്രാഫ്റ്റ് പോർട്ടാണ്. ചരക്കു നീക്കത്തിലെ ചൈനീസ് അതീശത്തോട് ഏറ്റുമുട്ടാൻ ഇന്ത്യയുടെ ഭാവി നീക്കത്തിന് കരുത്തു പകർന്നുകൊണ്ട് പദ്ധതിക്ക് 2024 ജൂണിൽ ക്യാബിനറ്റ് അംഗീകാരം ലഭിച്ചു. 2030ഓടെ പ്രവർത്തനക്ഷമമാകുന്ന വധവൻ തുറമുഖം വികസിപ്പിക്കുക 1448 ഹെക്ടർ കടൽ ഭൂമി തിരിച്ചുപിടിച്ചാണ്. ഭൂമി ഏറ്റെടുക്കലിന്റെ ആവശ്യകത ഇങ്ങനെ ഒഴിവാകും. 1000 മീറ്റർ നീളമുള്ള 9 കണ്ടെയ്നർ ടെർമിനലുകൾ, 4 മൾട്ടിപർപ്പസ് ബർത്തുകൾ, 4 ലിക്വിഡ് കാർഗോ ബർത്തുകൾ, 1 റോ ബർത്ത്, 1 കോസ്റ്റ് ഗാർഡ് ബർത്ത് എന്നിവ ഈ തുറമുഖത്തിലുണ്ടാകും. 2040ഓടെ രാജ്യാന്തര തലത്തിൽ ഏറ്റവും വലിയ 10 തുറമുഖങ്ങളിൽ സ്ഥാനം പിടിക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഇതോടൊപ്പം തന്നെ തന്ത്രപ്രധാനമാണ് ഗ്രേറ്റ് ആൻഡമാൻ ദ്വീപുകളിൽ വികസിപ്പിക്കുന്ന ഗലാത്തിയ ബേയിലെ അന്താരാഷ്ട്ര ട്രാൻസ് ഷിപ്പിംഗ് തുറമുഖം. പൊതു സ്വകാര്യ പങ്കാളിത്തത്തിൽ വികസിപ്പിക്കുന്ന നിർദ്ദിഷ്ട അന്താരാഷ്ട്ര കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് പോർട്ട് 44,000 കോടി രൂപ ചെലവ് കണക്കാക്കുന്നു. മൊത്തം 16 ദശലക്ഷം TEU ശേഷിയുള്ള 4 ഘട്ടങ്ങളിലായാണ് ഇത് വരുന്നത്. 2058ഓടെ മുഴുവൻ തുറമുഖവും കമ്മീഷൻ ചെയ്യും. 2028ഓടെ പ്രവർത്തനക്ഷമമാകുമെന്ന് പ്രതീക്ഷിക്കുന്ന ഘട്ടം 1 കീഴിൽ ഏകദേശം 4 ദശലക്ഷം TEUകൾ കൈകാര്യം ചെയ്യും. അന്താരാഷ്ട്ര ഷിപ്പിംഗ് വ്യാപാരപാതയുടെ സാമീപ്യവും തന്ത്രപരമായ സ്ഥാനവും ഒപ്പം 20 മീറ്ററിൽ കൂടുതൽ സ്വാഭാവിക ആഴവും ഈ ട്രാൻസ്ഷിപ്മെന്റ് പദ്ധതിയെ വ്യത്യസ്തമാക്കുന്നു. ഈ 3 പദ്ധതികളും നമ്മുടെ മാരിടൈം വിഷൻ 2030നെ യാഥാർത്ഥ്യത്തിലേക്ക് നയിക്കുന്നു. പ്രധാനമന്ത്രി വിഭാവനം ചെയ്ത ഗതിശക്തി മിഷനിൽ ഉൾച്ചേർന്നുകൊണ്ട് ഇന്ത്യൻ ലോജിസ്റ്റിക് മേഖലയെ ഉടച്ചുവാർക്കാൻ ഇവയ്ക്ക് സാധ്യമാകും. സമുദ്ര വ്യാപാര രംഗത്തിനായി നാം സൃഷ്ടിച്ച അമൃതകാല വിഷൻ സാക്ഷാത്കരിക്കുവാനുള്ള ഊർജം നമുക്ക് ലഭിക്കുകയാണ്. നിസാരമല്ല ആ ലക്ഷ്യങ്ങൾ. 2047നകം 500 ദശലക്ഷം ടൺ വാർഷിക ചരക്കുനീക്കം കൈകാര്യം ചെയ്യാൻ കഴിയുന്ന 6 മെഗാ പോർട്ടുകൾ, ലോക ചരക്കുനീക്കത്തിൽ നേതൃതലത്തിൽ എത്താൻ ഉതകുന്ന സാങ്കേതികവിദ്യയും വിദഗ്ധരെയും നമുക്ക് സൃഷ്ടിക്കണം. അതിലേക്കുള്ള യാത്രയിൽ തന്നെയാണ് നമ്മുടെ സമുദ്ര വ്യാപാര മേഖല.